ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, പക്കായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ലഡ്ജ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ ഇനി വെറുതെ നമ്മൾ ഓയിൽ മാത്രം മാറ്റി പുതിയ ഓയിൽ ഒഴിച്ചാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഫ്രിഡ്ജ് ഭയങ്കര ഷോക്കായിട്ടൊന്നുമില്ല. സ്റ്റിൽ നമുക്ക് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ സോപ്പിനകം നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഭയങ്കര ഭീകരമായ രീതിയിലുള്ള ഒരു സ്ട്രെച്ച് ഫോർമേഷൻ ഒന്നും ഇല്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. സ്റ്റിൽ നമുക്ക് ഇതിനകത്തുള്ളതായി ഒരു ചെറിയൊരു ഇതാണെങ്കിൽ പോലും എല്ലാം ക്ലീൻ ചെയ്ത് ബ്രാൻഡ് ന്യൂ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ട്യൂബ് ഫുൾ അഴിച്ച് നോക്കിയപ്പോഴത്തേക്കും ഉള്ളിൽ നമുക്ക് കാണാമോ എന്നറിയില്ല, അത്യാവശ്യം സ്ലഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണമല്ലോ കേട്ടോ, നല്ല രീതിയിൽ ഇതിനകത്ത് സ്ലഡ്ജ് ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. USD ഫോക്സ് വരുന്ന മിക്ക വണ്ടിക്കും ഇതിനകത്തൊരു പമ്പ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ പമ്പ്. അപ്പോൾ ഇത് ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ഇന്റർവെല്ലിൽ ഫോർക്ക് ഓയിൽ സീരിയസ് ആയിട്ട് നമ്മളത് നോക്കി അത് ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല റേറ്റ് വരും. കറക്റ്റ് ടൈമിന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഇതൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ആ ഒരു ലുക്കൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, പക്കായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ട്യൂബിനകത്ത് സ്ലഡ്ജ് ഉണ്ടായിരുന്നു, നമ്മൾ അതും ക്ലീൻ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചാണ് ഇതിനകത്തുണ്ടായിരുന്ന സ്ലഡ്ജ് എത്രത്തോളമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. സ്റ്റിൽ ഇതാ കംപ്ലീറ്റ് അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇന്നർ ട്യൂബ് കംപ്ലീറ്റ്. പിന്നെ ഇതൊക്കെ ഇതുപോലെ ഡിസ്മാൻഡിൽ ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്യണം. അതാണ് എപ്പോഴും നല്ലത്. നമുക്ക് പിന്നെ ഓടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ബ്രാൻഡ് ന്യൂ ഫീൽ കിട്ടും. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാനിപ്പോൾ കാണിച്ചത് കണ്ടതാണ്, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ലഡ്ജ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ ഇനി വെറുതെ നമ്മൾ ഓയിൽ മാത്രം മാറ്റി പുതിയ ഓയിൽ ഒഴിച്ചാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഒഴിക്കുന്ന പുതിയ ഓയിൽ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഔട്ട് ആവും, ഈ ഒരു സ്ലഡ്ജിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പുതിയ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അത് ലാസ്റ്റും ചെയ്യും, മാത്രമല്ല ഈ പാർട്സിനും അതാണ് നല്ലത്. ഇതിലിപ്പോൾ നമ്മൾ മാറ്റാൻ പോകുന്ന ഈ ഒരു പുതിയ ഓയിൽ സീൽ മാത്രമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഓയിൽ സീൽ, ഈ ഒരു ഡെസ്ക് ക്യാപ്പ്, ഈ ഒരു കോളർ, അതുപോലെ തന്നെ ഈ ഒരു വാഷർ, ഇത്ര ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് മാറ്റി ഇത് നമ്മൾ നേരെ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത ഫോർക്കും ഇതുപോലെ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇത് രണ്ടും കൂടി ഇനിയിപ്പോൾ തിരിച്ച് നേരെ റീസെറ്റ് ചെയ്യുകയാണ്.